സോ ഹായ് ഓൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലേണിംഗ് യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മൾ കഴിഞ്ഞ ഒരുപാട് വീഡിയോ നമ്മൾ പറഞ്ഞു. നമ്മൾ ഗിയോന്റെ ഫോം താഴത്തിൽ കയറാൻ ലോഗിൻ ചെയ്തിട്ടോ മെയ് 31 വരെ ടൈമിൽ ആവശ്യമുള്ള ചന്നം പിന്നെ നിങ്ങൾ ജോയിൻ ചെയ്തോ ഒരു വിഷയമില്ല. അപ്പൊ നമ്മൾ നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു IT മോഡൽ എക്സാം നമുക്ക് അപ്കമിംഗ് ആണ്. അതായത് IT മോഡൽ ഉപകാരപ്പെടും, അതേപോലെ പബ്ലിക് എല്ലാം നിങ്ങൾക്ക് ഏതൊക്കെ എക്സാം ഉണ്ടോ ആ എക്സാം ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അങ്ങനത്തെ സൈസ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഏകദേശം 77 ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഇമാജ് വെച്ചിട്ടുള്ളതുണ്ട്, ഇമാജ് വെക്കാത്തതുണ്ട്, ഡബിൾ ക്വസ്റ്റ്യൻ ഉണ്ട്, സിംഗിൾ ക്വസ്റ്റ്യൻ ഉണ്ട്, എല്ലാ ക്വസ്റ്റ്യനും. അതായത് നിങ്ങൾക്ക് IT മോഡൽ എക്സാമിന് ആവശ്യമായിട്ടുള്ള എല്ലാ പക്ക ഷുവർ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, മാക്സിമം അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിലോ നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോ IT എന്ന് പറയുന്ന IT തിയറി ക്വസ്റ്റ്യൻ പേടിയുള്ളവർക്കൊക്കെ ഇത് ഇട്ട് കൊടുത്തോ. അത്രയും ഉപകാരപ്രദമായിരിക്കും. 100% നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാണ്. അപ്പം 77 പക്ക. ഇന്നിപ്പോ ജനുവരി 1 ഞാൻ ഓൾറെഡി പറഞ്ഞു. ജനുവരി 1 നമ്മൾ അപ്കമിങ് സ്റ്റാർട്ട് ചെയ്യുക. കൃത്യം 7 മണിക്കാണ് നിങ്ങൾ ഇത് കാണുന്നത് നമുക്കറിയാം. സോ എന്ത് ചെയ്യാം, നമുക്ക് ഇനി ഓരോ ക്വസ്റ്റ്യനിലേക്ക് തീരെ വൈകിക്കുന്നില്ല. നമ്മൾ ഓരോ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, അതായത് ഒരു ഇൻകസ്കേപ്പ് ഉണ്ട്. ഇൻകസ്കേപ്പിൽ ഒരു വസ്തുവിന്റെ നമ്മുടെ നിറത്തിന്റെ തീവ്രത എങ്ങനെയാണ് നമുക്ക് വ്യത്യാസപ്പെടുത്താൻ കഴിയുക എന്നാണ് മനസ്സിലാക്കിയുടെ. അതായത് ഇൻകസ്കേപ്പ് ആണ്. ഇൻകസ്കേപ്പിൽ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞ ആരോ ഒരാളാണ്. ഓനൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ, ഇതിന്റെ വസ്തുവിന്റെ വെളിച്ചവും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഹൗ ക്യാൻ യു വെറി ദ ഇന്റർസെപ്റ്റ് ഓഫ് കളർ ഗിവൻ ഇൻകസ്കേപ്പ്. അതായത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പൊ ആൻസർ ഈസ് ചേഞ്ച് ഇൻ ഒപ്പാസിറ്റി. അപ്പൊ ഒരു മാർക്കായി. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഹു ഹാസ് ദ ഓപ്ഷൻ ഗ്രൂപ്പ് ഒബ്ജക്ട്. അതായത് ഓപ്ഷൻ ഗ്രൂപ്പിന്റെ ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്കിപ്പം ഒരു വലിയൊരു ഗ്രൂപ്പ് ആക്കണം. ആ ഗ്രൂപ്പ് ആക്കാൻ ഗ്രൂപ്പ് ഒരു ഓപ്ഷൻ എവിടെയുള്ളതാണെന്ന് ചോദിച്ചത്. അതായത് വിച്ച് മെനു ഒബ്ജക്ട് എവിടെയാണുള്ളത് അതാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഓപ്ഷൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് എവിടെയാണ്? സിമ്പിൾ ആണ്. ഇത് എവിടെയാണുള്ളത്? അത് ഒബ്ജക്റ്റ് എന്ന മെനുവിലാണുള്ളത്. അപ്പൊ എവിടെയാണ്? ഒബ്ജക്റ്റ് എന്ന മെനുവിലാണ്. എനിക്ക് ഇണ്ണം കാച്ചിയ ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ ഐക്കൺ ഇൻ ലിബ്രിയോഫീസ് ബേസ്. ലിബ്രിയോഫീസ് ബേസിലെ കുറച്ച് ഐക്കൺസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് ഏതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാറില്ല? ഓരോ ഐക്കൺ ഉണ്ട്. ഈ ഐക്കൺ സിമ്പിൾ ആണ്. അതായത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അടിപൊളിയായി ആൻസർ ചെയ്യാം. സോ നോക്കിക്കോ. ഒന്നാമത്, അതായത് ഈ ഒരു റെഡ് കളർ കോളം പോലെ കാണുന്ന ഏതാ? അതാണ് ഏത്? ഇതാണ് നമ്മുടെ ടേബിൾ ആണ് അതിന്റെ പേര്. നെക്സ്റ്റ് അതിന്റെ അടുത്ത് ഫോം. അടുത്തൊരു അതൊരു ഫോം ആണ്. ദെൻ അതിനുശേഷം മൂന്നാമത്തെ കാണാം ാണ് കേട്ടോ. നാലാമത്തെ നമുക്ക് എന്ത് കാണാം? നാലാമത്തേത് ഒരു അടിപൊളിയായിട്ടുള്ള റിപ്പോർട്ടാണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം, ഈ ഒരു നോട്ടിന്റെ PDF നിങ്ങൾക്ക് എവിടെ കിട്ടും? നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾ ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പൊ വാട്സ്ആപ്പ് ചാനലിൽ കയറി നിങ്ങൾ മസ്റ്റ് ആയിട്ട് 100% ഷുവർ നിങ്ങൾ എന്ത് ചെയ്യാം, വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യണം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതേപോലെ ഗിയോന്റെ ഫോം ഇപ്പോഴും സ്റ്റാർട്ടഡ് ആണ്. നമ്മൾ ഇതുവരെ നമ്മൾ അൺപബ്ലിഷ് ചെയ്തിട്ടില്ല. ഇപ്പോഴും പബ്ലിഷ് ആണ്. മാൻഡ്യൂല് സ്റ്റൈലൊന്നും കിട്ടുന്ന ഒരു സ്മാർട്ട് എടുക്കാം. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നോക്കാം. സിമ്പിൾ ആണോ നമുക്ക് എന്താ നോക്കാം. നമുക്ക് ജസ്റ്റ് ഓക്കെ. ദ മോസ്റ്റ് the typing include name of hardware device in the basis. എന്താ പറഞ്ഞേ? ലിബ്രിയോഫീസ് ബേസിൽ ഹാർഡ്വെയർ ഉപകരണങ്ങളുടെ പേര് ഏറ്റവും അനുയോജ്യമായ ഫീൽഡ് തരം ഏതാണ്? നമുക്കിപ്പോ എന്തെങ്കിലും ഒരു പേര് കാര്യങ്ങൾ നമുക്ക് എവിടെ ഉൾപ്പെടുത്തണം? നമ്മൾ ബേസിൽ ഉൾപ്പെടുത്തണം. എന്താണ് നമ്മൾ ലിബ്രിയോഫീസ് ബേസിൽ ഉൾപ്പെടുത്തുന്നത്? അപ്പൊ നമ്മൾ എന്തിനാണ്, ഇത് ഏത് തരം ഫീൽഡിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്? നമുക്ക് കോമൺ സെൻസിൽ മനസ്സിലാക്കാം. അത് ടെക്സ്റ്റ് ഫീൽഡ് ആണ്. എന്ത് ഫീൽഡാണ്? ടെക്സ്റ്റ് ഫീൽഡ് ആണ്. ടെക്സ്റ്റ് ഫീൽഡ് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇമ്പോർട്ട് ചെയ്യാം. ടെക്സ്റ്റ് ഫീൽഡ് ആണ്. ഓർത്ത് വെച്ചോ, ടെക്സ്റ്റ് ഫീൽഡ് ആണ്. ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കുത്തക ആനിമേഷൻ സോഫ്റ്റ്വെയർ ഏതാണെന്ന് ചോദിച്ചു. പ്രോപ്പർ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആനിമേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? സിമ്പിൾ ആണ്. ഏതാ? നമുക്കറിയാം. നമ്മൾ പറയുന്നത് സിംപിക് സ്റ്റുഡിയോ ആയിരിക്കും. പക്ഷേ സിംപിക് സ്റ്റുഡിയോ അല്ല ഇതിന്റെ ആൻസർ ഏതാണ്? യെസ്, ടൂൺ ബൂൺ ആണ്. നമ്മുടെ എന്ത് ഒരു അടിപൊളിയായിട്ടുള്ള ആനിമേഷൻ സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ, കുറച്ച് ക്വസ്റ്റ്യൻ ഒപ്പരാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ, സിംപിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിന്റെ ഫയൽ ഫോർമാറ്റ് ഏതാണ്? വാട്ട് ഈസ് എ ഫയൽ ഫോർമാറ്റ് ഓഫ് സിംപിക് സ്റ്റുഡിയോന്റെ ഫയൽ ഫോർമാറ്റ്? SIFZ ആണ് കേട്ടോ. .SIFZ ആണ്. മറന്നു പോകണ്ട. നമുക്ക് 1 മാർക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, അക്കൗണ്ട് ട്രാൻസാക്ഷൻ ത്രൂ പ്രിപ്പയർഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് പ്രത്യേകം തയ്യാറാക്കിയ വെബ്സൈറ്റ് വഴി ബാങ്ക് അക്കൗണ്ടിലെ ഇടപാടുകൾ നടത്തുന്നതിന് പറയുന്ന പേരെന്താ? നമ്മൾ പ്രത്യേകം
അതിലെ ബാങ്ക് അക്കൗണ്ടുകൾക്ക് ഇടപാട് നടത്തുന്നതിന് എന്താണ് പറയാ? എന്താ പറയാ? പറയുന്ന പേരാണ് ബാങ്കിങ് എന്നാണ് പറയാ. ഓക്കെ, നമുക്ക് ഇനി 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് ഈസ് ദ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതായിരിക്കും? നമ്മൾ പല ശരിക്കും ഇതിന്റെ ആൻസർ കൃത്യമെന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണെന്ന് നമുക്ക് അതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഏതായിരുന്നു? അത് അബിവേർഡ് ആണ് എന്നാണ്. അബിവേർഡ് ആണ് ഒരു സോഫ്റ്റ്വെയറിലെ എന്ത് സോഫ്റ്റ്വെയർ? അതായത് വിച്ച് ഈസ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ് ചോദിച്ചത്? അത് നമുക്ക് അബിവേർഡ് ആണ്. നെക്സ്റ്റ് 9ഉം 10ഉം അടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. വിച്ച് ക്യാൻ ബി ഇൻക്ലൂഡഡ് ദ ലെയർ ടൈപ്പ് ലൈൻ. അതായത് ലെയർ ടൈപ്പ് ലൈനിൽ ഏതാണ് ഉൾപ്പെടുത്താൻ കഴിയുക? ലെയർ ടൈപ്പ് ലൈനിൽ ഏതാണ് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുക എന്നതാണ് ചോദ്യം. ആൻസർ എന്താണ്? റോഡ് സ്ട്രീം അല്ലെ? റോഡും സ്ട്രീമുമാണ്. ഇത് ഏത് ചാപ്റ്ററാണ്? ഇത് നമുക്കൊരു നമ്മുടെ പഞ്ചായത്തിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ വരച്ചില്ല, ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. മാക്സിമം ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തിട്ട് ഗിവവേന്റെ ഫോം ഞാൻ പിന്നെയും പറയാണ്, ഗിവവേന്റെ ഫോം ഇപ്പോൾ മെയ് 31 വരെ ടൈം ഉണ്ട്. മെയ് 31 കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കും അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കില്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ചേഞ്ച് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ചേഞ്ച്. ഇത് ഏത് ചാപ്റ്റർ? പൈത്തൺ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒരു സമചതുര ത്രികോണം അല്ലെങ്കിൽ ഒരു സമദൂര ത്രികോണത്തിന് മാറ്റം ലഭിക്കുന്ന മാറ്റങ്ങൾ. ഒരു സമത്രികോണം നമുക്ക് പൈത്തൺ ഗ്രാഫിക്സ് വെച്ച് കോഡ് ചെയ്ത് ടൈപ്പ് ചെയ്യണം. ആ കോഡ് ഇവിടെ കാണാം. ആൻസർ ഇതാണ്. എന്താ? ഫോർ ഐ ഇൻ റേഞ്ച് 5 to 3 ചേഞ്ച് റൈറ്റ് 72 and 16. ഇതാണ് കേട്ടോ ഇതിന്റെ ആൻസർ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് 11, 12 ക്വസ്റ്റ്യൻ അടങ്ങിയിട്ടുള്ള 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ. എന്താണ്? ഫോണ്ടും പശ്ചാത്തല നിറങ്ങളും ഉപയോഗിക്കുന്ന നിർവചിക്കേണ്ടത് എന്തുണ്ട്? ഇത് ഫോണ്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് കളർ ആർ ടു ഡിഫൈൻഡ് യൂസിങ് എന്താണ് അറിയപ്പെടുന്നത്? CSS. അപ്പൊ ചോദിക്കും, വേറൊരു തരത്തിൽ ചോദിക്കും, CSSന്റെ ഫുൾ ഫോം എന്താണ്? എടാ CSSന്റെ ഫുൾ ഫോം എന്തായിരുന്നു? എടാ ഇത്രയേ ഉള്ളൂ. CSSന്റെ ഫുൾ ഫോം ചെയ്യാം, കാസ്കേഡിംഗ് സ്റ്റൈൽസ്. ഓക്കെ, അപ്പൊ HTML ഫുൾ ഫോം എന്താ? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പിംഗ് ലാംഗ്വേജ്. ഓക്കെ, അപ്പൊ ചോദിക്കും HTML ഹൈപ്പർ ലിങ്ക് കൊടുക്കാൻ ടാഗ് ഏതാണ്? അത് A ടാഗ് ആണ്. ഇപ്പൊ 3 ക്വസ്റ്റ്യൻ എക്സ്ട്രാ കിട്ടിയില്ലേ? ഓർത്ത് വെച്ചോ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മാക്സിമം അല്ലെങ്കിൽ ഷെയർ ചെയ്താൽ കൊടുത്തോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. എന്താ? ഫോണ്ട് നിർവചിക്കാൻ ഏത് ആട്രിബ്യൂട്ടുകൾ നമുക്ക് ഉപയോഗിക്കാം? ഇത് ചാപ്റ്റർ വെബ് ഡിസൈനിന്റെ വെബ് പേജ് ഉണ്ടാക്കി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, അതായത് നമുക്കൊരു ഫോണ്ട് നമ്മളിപ്പോ സാധാ H1 ഒക്കെ കൊടുത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഫോണ്ട് ആയി കിട്ടും. അതായത് ലിബർ ഓഫീസ് സാൻസോ അങ്ങനെ ഏതെങ്കിലും ഫോണ്ട് ആയി കിട്ടും. പക്ഷെ ഉബുണ്ടുന്നോ അല്ലെങ്കിൽ കാർത്തികയോ അല്ലെങ്കിൽ നിർമ്മലയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഫോൺസ് ആണ് നമുക്ക് ഇഷ്ടം. ഫോണ്ട് ആയതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പൊ ആ ഫോണ്ടിന് നമ്മൾ ഏത് ആട്രിബ്യൂട്ട് ആണ് നമ്മൾ CSS അല്ലെങ്കിൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റിൽ നമ്മൾ ഉപയോഗിക്കാം? ഏതായിരിക്കും? ഒന്നുമില്ല, പേടിക്കാനില്ല, സിമ്പിൾ ആണ്. നമ്മുടെ ഫോണ്ട് ഫാമിലി എന്ന ടാഗ് ആണ് കേട്ടോ. ഫോണ്ട് ഫാമിലി ഡബിൾ ഡോട്ട് കോമ എന്ന് ഇട്ടതാണ്. ആൻസർ എന്താ? ഫോണ്ട് ഫാമിലി ആണ്. മറക്കണ്ട, 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഫോണ്ട് ഫാമിലി ആണ്. നെക്സ്റ്റ് ശ്രദ്ധിച്ചോ, അടുത്തത് ദ പാസ്വേഡ് ഫോർ ഓൺ. ഞാനിപ്പോ എക്സാമ്പിൾ നമ്മുടെ നമ്മുടെ മൊബൈൽ ആപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന നമുക്ക് എന്താ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് OTP വരും. അപ്പൊ ചോദിച്ചെന്താ ഒരു OTP അതായത് 1 ടൈം പാസ്വേഡ്. അപ്പൊ ആൻസർ പറഞ്ഞു പോയി. എന്താ? ഓൺലൈൻ പേയ്മെന്റുകൾക്ക് ഒറ്റത്തവണ നൽകുന്ന പാസ്വേഡിന്റെ പേര് എന്താണ്? എന്താണ്? അതാണ് 1 ടൈം പാസ്വേഡ് ആണ്. OTP എന്ന പേരിൽ അറിയപ്പെടും. OTP എന്ന പേരിൽ അറിയപ്പെടും. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, മറക്കണ്ട. 100% എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് എന്താ? 16ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളെത്തി. ഇന്റർനെറ്റ് ഐഡന്റിഫൈ IP അഡ്രസ്. ഇത് നമ്മൾ പോലെ ഇന്റർനെറ്റ് ഉണ്ട്, ആ ഇന്റർനെറ്റിന്റെ IP അഡ്രസ് കണ്ടുപിടിക്കാൻ എന്ത് യൂസ് ചെയ്യും? അതാണ് ഇവിടെ ആൻസർ ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താ? DNS. ഓക്കെ, DNS ആണ് കേട്ടോ ആൻസർ, മറക്കണ്ട. DNS എന്നാണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. 17ാമത്തെ ക്വസ്റ്റ്യൻ വിലാസത്തിന്റെ പരമാവധി അല്ലെങ്കിൽ ഒരു IP വിലാസത്തിന്റെ എ സർവീസ് ഫോർ ദ മാക്സിമം നമ്പർ ആൻഡ് IP അഡ്രസ്. ഇത് IP അഡ്രസ്സിലെ മാക്സിമം ആയിട്ടുള്ള നമ്പർ എത്ര? 255 ആണ്, 255 ആണ്. മറക്കണ്ട, 100% ചോദിക്കാൻ സാധ്യതയുള്ളത്. മാർക്കോളം നമുക്ക് കിട്ടി. ഞാൻ പറയുന്ന ഈ ഒരു 77 ഈ ഒരു വീഡിയോ മൊത്തം നിങ്ങൾ കണ്ട് ഞാൻ പറയുന്ന ഇത് നോട്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതിൽ മാർക്ക് ഉറപ്പാ മോനെ, ഒരു വ്യത്യാസമില്ല. അതിൽ IT മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും തിയറി ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് അപ്പുറം ചോദിക്കില്ല, ഉറപ്പാണ്. ഇതിൽ നിന്ന് അപ്പുറം ചോദിക്കില്ല. ഇനി അഥവാ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ വീഡിയോ നമ്മൾ ഇടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 18 ഓഫീസ് ബേസ് എന്താ?
നമുക്കറിയാം ലിബർ ഓഫീസ് ബേസിലെ ഒരു നിരയും എന്തായാലും നമ്മൾ ലിബർ ഓഫീസ് ബേസിൽ ഒരു നിരയുണ്ട് ആ നിരയെ എന്ത് പേരിലാണ് അറിയപ്പെടുക? അത് പേരിലാണ്, എന്ത് പേരിലാണ്? റെക്കോർഡ് എന്ന പേരിലാണ്. ഇമ്പോർട്ടന്റ് ആണ് റെക്കോർഡ്. ദെൻ 19, 20 ക്വസ്റ്റ്യൻ ഒപ്പം നോക്കാം. സൂര്യ ക്ലോക്ക് തുറന്ന്, നമ്മുടെ സൂര്യ ക്ലോക്ക് ഏതാ? നമ്മുടെ സൺ ക്ലോക്ക് ആണ് കേട്ടോ. വ്യത്യാസമാണ്. ആഫ്റ്റർ ഓപ്പണിംഗ് സൺ ക്ലോക്ക് വിച്ച് ടൂൾ ആർ യൂസിങ് ടു ഡിസ്പ്ലേ മാപ്പ് വിൻഡോ? ഡിസ്പ്ലേയിൽ മാപ്പുകളുടെ കീ ഏതാണ് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഏതാ? നമ്മളൊരു പ്രത്യേക ടാഗ് ആണ് നമ്മൾ രണ്ട് കീ പ്രസ് ചെയ്യേണ്ടത്. ആണ് നമ്മുടെ ഒരു അതവിടെ കാണാം. ഒരു മൂലയിൽ നിങ്ങൾ കാണാം, അവിടെ ഒരു മൂലയിലുണ്ട്. അതിശയിക്കുന്ന ചിഹ്നം നമ്മൾ നൽകണം. പിന്നെ പ്ലസ് രണ്ടാമത് എന്ത് നൽകണം? നമ്മൾ സ്പേസ് ബാറും വെക്കണം. ഓക്കെ, അപ്പൊ സൺ ക്ലോക്കിലെ മാപ്പ് ഓപ്പൺ ആയി വരണമെങ്കിൽ നമ്മൾ ഹൈഫൺ, നമ്മളെ അതിശയ ചിഹ്നവും അതേപോലെ സ്പേസ് ബാറും വെക്കണം. ഓക്കെ, നെക്സ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ. പഞ്ചായത്തിലെ കെട്ടിട പട്ടികൾ പ്രാഥമിക താൽക്കാലികമായിട്ട് അതായത് നമ്മളിപ്പം ഒരു കിണറിൽ സ്ഥാനത്താണ്, അല്ലെങ്കിൽ ഒരു തോടി സ്ഥാനത്താണ്, റോഡി സ്ഥാനത്താണ്, സ്കൂളിൽ സ്ഥാനത്താണ്, ഒരു സാധനം നമ്മൾ അതിലേക്ക് ഇൻപുട്ട് ചെയ്യും, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തെടുക്കും, ഇത് ഇന്ന ആളെ സ്ഥലമാണ്, ഇത്ര ആഴത്തിലുണ്ടെന്ന്. അതിനെന്താ പറയാ? അത് കെട്ടിട നമ്പർ എന്നാണ് പറയാ. ഓക്കെ, കെട്ടിട നമ്പർ എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് 21, 22, 23, 24 ക്വസ്റ്റ്യൻ ഒപ്പരമുള്ളതാണ്. സോ ശ്രദ്ധിച്ചോ. അതായത് പൈത്തൺ പ്രോഗ്രാം പ്രവർത്തിക്കുന്ന ജാലകം എന്തറിയപ്പെടുന്നു? പൈത്തൺ പ്രോഗ്രാം റണ്ണിംഗ് വിൻഡോ ആണ് എന്തറിയപ്പെടുന്നത്? പൈത്തൺ ഗ്രാഫിക്സ് വിൻഡോ. പൈത്തൺ ഗ്രാഫിക്സ് വിൻഡോ എന്ന പേരിൽ അറിയപ്പെടും. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ. അതായത് സൂര്യ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ സൺ ക്ലോക്ക് ആണ് കേട്ടോ. സൺ ക്ലോക്കിൽ സമയമേഖല അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ലോക പ്രദർശിപ്പിക്കുന്ന ക്ലിക്ക് അതിശയിക്കുന്ന ചിഹ്നം. ക്ലിക്ക് അതിശയിക്കുന്ന ചിഹ്നം. ഓക്കെ, നെക്സ്റ്റ് റൈറ്റർ ശൈലികളിലെ നമ്മൾ ഒരു വാചകം ഫോർമാറ്റ് പ്രയോഗിക്കുന്നതിലൂടെ രണ്ട് ടെക്നിക്ക് പറഞ്ഞെന്താ? അതായത് ഞാനിപ്പം എന്റെ ലിബർ ഓഫീസ് റൈറ്റർ ആപ്പ് ഞാൻ ഓപ്പൺ ചെയ്തല്ലേ, സോഫ്റ്റ്വെയർ ഞാൻ ഓപ്പൺ ചെയ്തു. അതിലൊരു ഹെഡിങ് ഞാനിപ്പോൾ നീല കളറാണ് കൊടുത്തു. നീല കളർ ബോൾഡ് ലിബർ ഓഫീസ് സയൻസ് എന്ന ഫോൺ ഫാമിലി വെച്ച് ഞാൻ ചെയ്തു. ഇതേ സെയിം സാധനം അതിലൊരു സബ് ഹെഡിങ് ഉണ്ട്. ആ സബ് ഹെഡിങ് ഭയങ്കര നിർബന്ധം. അപ്പൊ ഞാൻ അതിനെന്താ ചെയ്യേണ്ടത്? അതിന് ചെയ്യാൻ ഞാൻ എന്താ ചെയ്യുന്നത് അറിയോ? നമ്മൾ ക്ലോൺ ഫോർമാറ്റിംഗ് ആണ്. അപ്പൊ ക്ലോൺ ഫോർമാറ്റിംഗിന്റെ ഐക്കന്റെ ചിത്രമൊക്കെ തന്നെ ചെയ്തു. അതിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ പാർട്ട് 2 വരുന്നുണ്ട്. ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പാർട്ട് 2 ഒട്ടനവധി മാക്സിമം ഇമാജ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ അതിലൊരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ല. ഓക്കെ, ഇത് എന്താ അടുത്തെന്താ പറഞ്ഞത്? ടു സ്റ്റെപ്സ്. അതായത് നമ്മൾ ആനിമേഷൻ നിർമ്മിക്കാൻ നമ്മുടെ സിനിഫിക് സ്റ്റുഡിയോയിൽ സാധനം നിർമ്മിക്കും. നമുക്ക് ഒരു വൃത്തി നമ്മൾ ആനിമി ആണല്ലേ, അല്ലെങ്കിൽ ആണല്ലേ, അങ്ങനെയുള്ള ആ ഒരു ആനിമേഷൻ വീഡിയോ നിർമ്മിക്കാൻ നമുക്ക് എന്താണ് ആദ്യം വേണ്ടത്? സോ ഫസ്റ്റ് ക്യാരക്ടർ വേണം. നമുക്കൊരു കഥ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുക? ആനിമേഷൻ വീഡിയോ നിർമ്മിക്കുക. അപ്പൊ എന്ത് വേണം? ഒരു കഥ ബേസ് ചെയ്യണം. ഇത്രേ കാര്യം നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ. പ്രധാനമായിട്ട് ഇത്ര കാര്യം ഇവിടെ ആവശ്യമുള്ളൂ. ദെൻ നമ്മൾ 24, 25 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഏകദേശം ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ഏകദേശം 26ഓളം ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, 26 ബാക്കി നമ്മൾ പാർട്ടിൽ നമ്മൾ അപ്ലോഡ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ദെൻ 2 സ്റ്റേറ്റ്മെന്റ് ഫോർ ഫ്രീ സോഫ്റ്റ്വെയർ സോഴ്സ് കോഡ് പ്രൊവൈഡഡ്. അതായത് സ്വതന്ത്രമായ സോഫ്റ്റ്വെയർ ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള കുറച്ച് നല്ല വാചകം. എന്താ? ഓപ്പർച്യൂണിറ്റി ടു യൂസ് ഫ്രീലി ആൻഡ് മോഡിഫൈ. സ്വതന്ത്ര സോഫ്റ്റ്വെയർ നമുക്ക് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് മാറ്റം അതിൽ വെക്കാം. സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രത്യേകമാണ്. പെയ്ഡ് ആണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവർ പറയുന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ലെ. എക്സൈറ്റ് ഒരുപാട് അഡോബിന്റെ, ഫോട്ടോഷോപ്പിന്റെ, അഡോബിന്റെ പ്രീമിയർ പ്രോ ഉണ്ട്. അഡോബ് മാത്രമല്ല, ഒട്ടുമിക്ക ഇപ്പൊ എല്ലാം നമുക്ക് എന്താണ്? പ്രീമിയം ആണ് അല്ലെ. എക്സാക്ട് ക്യാൻവ അങ്ങനെയെല്ലാം നമുക്ക് എന്താണ്? പ്രീമിയം ആണ്. ഫ്രീ യൂസേജ് ഉണ്ട്, പക്ഷെ നമുക്ക് അതിന്റെ പ്രോ ഫീച്ചേഴ്സ് കിട്ടാൻ നമ്മൾ പർച്ചേസ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ശ്രദ്ധിച്ചോ. അടുത്തത്. അപ്പൊ എന്താ ആൻസർ എന്താ? സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയും, അതേപോലെ അതേപോലെ നമുക്ക് അവസരമുണ്ട്. നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. നമ്മുടെ ഇന്നത്തെ സീരീസിലെ അല്ലെങ്കിൽ ഇന്നത്തെ പാർട്ടിലെ അവസാനത്തെ ചോദ്യമാണ് എന്താ? ഇൻഡസ്കേപ്പിൽ ഏത് മെനുവിലാണ് സ്ട്രോക്ക് ഉൾപ്പെടുന്നത്? ഇൻഡസ്കേപ്പിലെ ഏത് മെനുവിലാണ് നമുക്ക് ടെക്സ്റ്റിനുള്ള സ്ട്രോക്ക് ഉൾപ്പെടുന്നത്? അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് 26ാമത്തെ ക്വസ്റ്റ്യൻ. എന്തായിരുന്നു? എടാ സിമ്പിൾ ആണ്. നമ്മൾ എന്താ അത് നമുക്ക് ഒബ്ജക്റ്റ് എന്ന മെനുവിലാണ് എന്തുള്ളത്? സ്ട്രോക്ക് പോണ്ട. അടിപൊളിയാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു 26ഓളം ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ച
സെറ്റ് ആണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, IT മോഡൽ എക്സാം ഉണ്ടെങ്കിൽ ആ IT മോഡൽ എക്സാം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാം. ഇതിന്റെ നോട്ട് നമ്മൾ എന്ത് ചെയ്യും, വാട്സ്ആപ്പ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പറയാ IT-യിലെ 70ഓളം ഷുവർ ക്വസ്റ്റ്യൻകളുടെ പാർട്ട് 1 വീഡിയോ ഇവിടെ നമ്മൾ ഓൾറെഡി ജനുവരി 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജനുവരി 3 നെക്സ്റ്റ് പാർട്ട് 2 വീഡിയോ വരിക. നമ്മൾ IT മോഡൽ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അങ്ങനെ എല്ലാ കാര്യം പ്രാക്ടിക്കൽ എന്താണ് ചോദിക്കുക, പ്രാക്ടിക്കൽ തിയറി ക്വസ്റ്റ്യൻ എന്താണ്, നമ്മൾ എല്ലാ കാര്യവും നമ്മൾ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഏകദേശം 1500ഓളം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. ഈ ഒരു 1500 നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെറ്റാക്കി നമ്മൾ എന്ത് ചെയ്യാം, 1600 സബ്സ്ക്രൈബർ. അവസാനം പറയുകയാണ്, ഇതിന്റെ നോട്ട് കിട്ടണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. SSLC-ന്റെ വാട്സ്ആപ്പ് ചാനൽ ഉണ്ട്, കയ്യിൽ പോയ നോട്ട് അവിടെ കിട്ടും. പരീക്ഷ കാലത്തുള്ള പ്രഡിക്ഷന്റെ നോട്ട് എല്ലാം അവിടെ കിട്ടും. മാക്സിമം ആളൊക്കെ അവിടെ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്തിരിക്കുക. അതേപോലെ അവസാനമായിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണ് എന്താ, നമ്മുടെ ഗിവ് കാര്യം. ഗിവ് ഇപ്പോൾ റണ്ണിങ് ആണ്. മാനെ അതിൽ കയറി ഒരു 2 ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള, പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ മാത്രം, പിന്നെ നിങ്ങളുടെ സ്കൂളിന്റെ പേര്, നിങ്ങളുടെ പേര് മാത്രം ചെയ്താൽ മതി. നമുക്ക് ഗിവ് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതേപോലെ എന്താണ് നമ്മൾ ഈ ഗിവ് അനൗൺസ് ചെയ്യുക, നമ്മുടെ 2025 മെയ് 31 ഒരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് നമ്മൾ എന്ത് ചെയ്യും, 7ാം ക്ലാസ്സിന്റെ പുതിയ ബാച്ച് സ്പൈഡർ 7 ബാച്ച് ലോഞ്ച് ചെയ്യും. ഓഫ്ലൈൻ ആണ്, ഓൺലൈൻ നമ്മൾ പിന്നീട് നമ്മൾ ആപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയ ശേഷം നമ്മൾ കൊണ്ടുവരും. അപ്പൊ എന്താ, ഓഫ്ലൈൻ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുകയും പ്ലസ് നമ്മൾ എന്ത് ചെയ്യും, ആ ഗിവ് അനൗൺസ്മെന്റിന്റെ ഗിവ് വിന്നറെ നമ്മൾ അവിടെ പ്രഖ്യാപിക്കും. ലൈവിൽ നമ്മൾ വിളിച്ചിട്ട് അവരെ വീട്ടിലേക്ക് വിളിക്കും. ണെങ്കിൽ നമ്മൾ ലൈവായിട്ട് സ്പിൻ ചെയ്ത് വീല് കറക്കും. വീൽ ഓഫ് ന്യൂസ് എന്ന വെബ്സൈറ്റിലൂടെ നമ്മൾ വീല് കറക്കും. അതിൽ ഭാഗ്യമുള്ളതാർക്കാണോ അവരെ ലൈവായിട്ട് നമ്മൾ വിളിച്ചതിനു ശേഷമാണ് നമ്മളെ ബാക്കിയുള്ള കലാപരിപാടി. സോ നിങ്ങൾ മാക്സിമം അല്ലെങ്കിൽ ഷെയർ ചെയ്യുക. ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്കായിരിക്കാം എന്ത് കിട്ടുക, നമ്മുടെ വിന്നറാണ്. നമ്മളിത് ഏറ്റവും സ്റ്റാർട്ടിങ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തരും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇന്നുവരെക്കും താങ്ക് യു. അപ്പൊ നിങ്ങൾ നമ്മുടെ ലേണിഫൈ എന്ന ചാനൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, താങ്ക് യു.